കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15 3 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഫരിസേയരോടും നിയമജ്ഞരോടും ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുക. ഹൃദയം നമുക്കറിയാം, കൊച്ചു പിള്ളേർ തുടങ്ങി അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹം. യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ എന്ന് പറഞ്ഞാൽ യേശുവിന് മനുഷ്യകുലത്തോടുണ്ടായിരുന്ന ആ സ്നേഹം അതിൻ്റെ തിരുനാളായിട്ട് നമ്മൾ കാണണം. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് കർത്താവ് തൻ്റെ ഹൃദയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകി. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് കർത്താവ് തൻ്റെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകി. ഫൗസ്റ്റീനായോട് പറഞ്ഞത്, എൻ്റെ ഹൃദയം നിറയെ കരുണയാണ്. മാർഗരറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞത്, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്. ഈ ഹൃദയത്തെ സ്നേഹിക്കാനും ഈ ഹൃദയത്തെ വണങ്ങാനും നീ ദൈവജനത്തെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു സന്ദേശം നമ്മൾ കാണുന്നുണ്ടല്ലോ. ലോഞ്ചീനസ് കർത്താവിൻ്റെ വിലാപിൽ കുത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ സംഭവിച്ചത്, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. രക്തവും വെള്ളവും, സ്നേഹവും കരുണയും ഒഴുകി എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിൽ ഏതാനും തുള്ളി ബിലാപ്പുറത്ത് കുത്തിയ പുള്ളിയുടെ കണ്ണിനകത്ത് വീണു. അദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങി വന്നിരുന്ന ആ സമയത്ത് ഈ ഒരു കാര്യം സംഭവിച്ചതോടെ അദ്ദേഹത്തിന് നല്ല കാഴ്ച ലഭിച്ചു. കണ്ണിൻ്റെ പ്രശ്നം തീർന്നു. ചിന്തിച്ചാൽ ബിലാപ്പുറത്ത് കുത്തിയവന് പോലും സൗഖ്യം നൽകിയ യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ രക്തം, ആ വെള്ളം അവന് സൗഖ്യം നൽകി അവനെ വീണ്ടെടുക്കുന്ന ആ ഒരു അനുഭവം. ലോഞ്ചീനസ് പിന്നീട് കപ്പഡോച്ചയായി പോയി സുവിശേഷവേല ചെയ്ത് ഭാഗ്യമരണം പ്രാപിച്ചു. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ ജീവിതം മാറി. ശരിക്കും യേശുവിനെ അറിഞ്ഞാൽ, യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം മാറും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പൂർണ്ണമായ സഹോദര സ്നേഹമുള്ളിടത്ത് നിരവധി പാപങ്ങൾ മറയും. പാപങ്ങൾ ഇല്ലാതാകും സ്നേഹം വളരുമ്പോൾ. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തതാണോ? ഇടാൻ ഡ്രസ്സില്ലാത്തതാണോ? കയറി കിടക്കാൻ വീടില്ലാത്തതാണോ? ഇതെല്ലാം ഉണ്ട്. ഒരുപക്ഷെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയായി. വേണേ 2 കുട്ടികളുള്ള കുടുംബത്തെ 12 കുട്ടികൾക്ക് ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഇന്ന് എത്ര കുടുംബങ്ങളിൽ ശരിക്കും സ്വസ്ഥതയും സമാധാനവും സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിയാടുന്നുണ്ട്? യേശുവിലേക്ക് നോക്കിയാൽ, യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കിയാൽ, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും.
അർഹതയില്ലാത്തവരെയും സ്നേഹിച്ച സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ധൂർത്തപുത്രൻ്റെ ഉപമ നോക്കി, ലൂക്കാ 15-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വായിച്ചു കേട്ടു. ധൂർത്തപുത്രൻ്റെ ഉപമ ഇതിന് ശേഷം വരുന്ന വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ. അവിടെ നമ്മൾ കാണുന്നു, സകലതും നശിപ്പിച്ച് തൻ്റെ കുടുംബത്തിന് അപമാനം വരെ വരുത്തിയ ധൂർത്തപുത്രൻ സുബോധം ഉണ്ടായി തിരിച്ചു വന്നപ്പം അപ്പൻ ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. അവനത് അർഹതപ്പെട്ടിട്ടാണോ അല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും, പിന്നെ പെരയ്ക്കകത്ത് കയറ്റരുത്, അതിലെ വാതിൽ കൊട്ടി അടച്ച് അവനെ പുറത്ത് നിർത്തണം എന്നൊക്കെ നമ്മൾ വേണം ചിന്തിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി ഈ ഉപമയിലൂടെ ദൈവം സംസാരിക്കുന്നത്. ആ പിതാവ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ സ്വീകരിക്കുന്നത് കാണാൻ പറ്റും. അർഹതപ്പെട്ട സ്നേഹമൊന്നുമല്ല, പക്ഷെ അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവം മനുഷ്യകുലത്തെ സ്നേഹിക്കുന്നു. ഇത് 2-ാം വായനയിൽ നമ്മൾ കേട്ടത്, പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. ഇത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നമ്മളൊക്കെ എന്നാ ചെയ്യാറുള്ളത്? മനുഷ്യൻ്റെ ആ ഒരു പ്രവണത, ചില മനോഭാവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ അർഹതപ്പെട്ട സ്നേഹം പോലും കൊടുക്കാൻ നമുക്ക് പാടാം. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടായെങ്കിൽ ആ മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം അർഹതപ്പെട്ട സ്നേഹമല്ലേ? അത് കൊടുക്കാതെ നമ്മൾ കടുത്ത സ്വാർത്ഥതയിൽ ജീവിക്കുമ്പോൾ അർഹതപ്പെട്ടതുപോലും നാം കൊടുക്കാതിരിക്കുക. യാക്കോസ്ലീഹ 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനഭാഗം വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന 2 വില്ലന്മാർ. ഒന്ന് അസൂയ, 2 സ്വാർത്ഥത. ഈ 2 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും ഉയർന്നു വരും. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എന്താ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഫുഡിന് വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് വേണേ തോക്കും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ്. ചില രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് 80% ഓഫ് ദ ഇൻകം എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പലയിടങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നത്. യുദ്ധം കഴിഞ്ഞ ദേശങ്ങളിലേക്കൊന്ന് നോക്കി, വർഷങ്ങൾ കൊണ്ട് പണിതുയർത്തിയത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തകർത്ത് തരിപ്പണമായി കത്തിച്ചാമ്പലായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. എന്താ കാരണം? സ്നേഹത്തിൻ്റെ അഭാവം. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും സംഭവിക്കാം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെ സ്വാർത്ഥമോഹങ്ങളുണ്ടോ, അസൂയുണ്ടോ, അവിടെ എല്ലാവിധ ക്രമക്കേടുകൾ, ദുഷ്കർമ്മങ്ങൾ മുളയെടുക്കും. നമ്മുടെ മക്കൾക്കാണേലും നമ്മൾ അനുഭവിക്കാതെ പോയ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം പഴയതിനേക്കാൾ, നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹരാഹിത്യം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ വാക്കുകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഹൃദയമുണ്ട്. ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. അതാണ് ഈ വിശുദ്ധ പറഞ്ഞത്, നമുക്കൊരു ഹൃദയമുണ്ട്. പലരും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് കാണാൻ സാധിക്കും. പിന്നീട് അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ പോലും സ്നേഹത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശകലം സമയം കിട്ടിയാൽ മതി, അപ്പം നമ്മുടെ കൈ ഫോണിലെത്തും, ഫോൺ എടുക്കും, അവരെ വിളിക്കും, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണേലും കാണാൻ സാധിക്കും ഓരോരുത്തരും അവരെ സംസാരിക്കുന്ന സ്റ്റൈല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ സ്നേഹത്തിന് വേണ്ടി
കൊതിച്ചുകൊണ്ടുള്ള സംസാരം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞത് നമുക്കൊരു ഹൃദയമുണ്ട്. ഹൃദയം സ്നേഹിക്കേണ്ടതിനുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. വിശുദ്ധ അഗസ്തീനോസ് ഒരുപാട് കാട് കയറി സ്നേഹിച്ച, അല്ലെങ്കിൽ ജഡിക സുഖത്തിന് വേണ്ടി പരക്കം പാഞ്ഞ ഒരു വ്യക്തിയാണ്. ഒത്തിരി പേരുടെ അടുത്ത് ലൈംഗിക സുഖത്തിന് വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട്. പിന്നീട് വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, കർത്താവേ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയം അങ്ങിൽ വിലയം കൊള്ളാതെ സ്വസ്ഥമാകില്ലെന്ന്. നമ്മുടേക്ക് ഈ സ്വസ്ഥത മാറാതെ നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തി. ഹൃദയം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ളതാണ്, പരസ്പര സ്നേഹത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ഹൃദയം ദൈവത്തിൽ വിലയം കൊള്ളാതെ ഒരിക്കലും സ്വസ്ഥമാകത്തില്ല. നമുക്ക് യഥാർത്ഥ സമാധാനം, അതുപോലെ തന്നെ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിനി നമ്മുടെ ഹൃദയം, അതേക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ശരിക്കും വചന വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തിനും ഏതിനും പ്രധാനപ്പെട്ടത് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം. നമ്മുടെ കൈ തളർന്നു കിടന്നാലും കുഴപ്പമൊന്നുമില്ലെന്നേ. നമ്മുടെ മുടി മൊത്തം കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും അത് കുഴപ്പമൊന്നുമില്ല. കണ്ണ് മങ്ങിപ്പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. തൊലി ചുളുങ്ങിയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുക. ഹൃദയം 1 യോഹന്നാൻ 3-ാം അധ്യായം 21-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. ഹൃദയം കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, ഹൃദയം കുറ്റപ്പെടുത്തുന്നതാണെങ്കിൽ നമുക്ക് ബംഗ്ലാവ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും മറ്റു പല രീതിയിൽ വേണേൽ നമുക്ക് സൗന്ദര്യം അത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹൃദയമെന്ന്. നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഹൃദയം. നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ്, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കണമേ. നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 1, കരുണയുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റണം. സ്നേഹമുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റണം. മധുരമുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റണം. അതിനെല്ലാം വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. വചന വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ്, എന്തിനും ഏതിനും പ്രധാനപ്പെട്ടത് ഹൃദയമാണ്. ബുദ്ധിയും സാമർഥ്യമൊന്നുമല്ല, സാമ്പത്തികമായിട്ടുള്ള കൊഴുപ്പൊന്നുമല്ല. എന്തിനും ഏതിനും പ്രധാനപ്പെട്ടത് ഹൃദയം. ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കണം. മത്തായി 15-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം പാപപ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുഷ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, അങ്ങനെ വലിയൊരു ലിസ്റ്റ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടി വരിക. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഹൃദയം നേരെയാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനും ഏതിനും പ്രധാനപ്പെട്ടത് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം. നിയമാവർത്തനം 6:6 വായിച്ചാൽ, ഞാൻ നിന്നോട് പറയുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടാകണം. വചനം കാതുകൊണ്ട് കേട്ടുപോയാൽ പോരാ, ആ വചനം നമ്മുടെ ഹൃദയത്തിലെത്തണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ എന്താ പ്രധാനപ്പെട്ടത്? ഹൃദയം. ഹൃദയ സാന്നിധ്യമില്ലാതെ ഒരുപാട് സമയം ഇരുന്ന് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയാലും ദൈവത്തിന് പ്രീതികരമാകണമെന്നില്ല. മത്തായി 15:8-9 വചനങ്ങൾ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഹൃദയം എന്നിൽ നിന്നും ദൂരെയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടത്
ഹൃദയ സാന്നിധ്യം. ക്ഷമിക്കാൻ എന്താ വേണ്ടത്? ക്ഷമിക്കാൻ വേണ്ടത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം. മത്തായി 18:35 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അതുപോലെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും പെരുമാറും. ഇവിടെയെല്ലാം എന്തിനും ഏതിനും പ്രധാനപ്പെട്ടത് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ഒരു കൽപ്പന പോലെ നമുക്ക് നൽകിയിരിക്കുന്നതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. യോഹന്നാൻ 13:35 എടുത്താൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. 1 യോഹന്നാൻ 3:11 4:11 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ കൽപ്പന പാലിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ വളരണം. വേറെ ചിലരുടെ പ്രശ്നം, അവർക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ അവരതിലേക്ക് നിർബന്ധിതമായിട്ട് പോകുന്നു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് എഫേസസ് 4:16 നിന്റെ ശരീരത്തിൻ്റെ എല്ലാ സന്ധിബന്ധങ്ങളും സ്നേഹത്തിൽ രൂപപ്പെടണം. ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ, ദൈവഹിതം നിറവേറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ ശരീരം മുഴുവൻ ഒന്നായിട്ട് നിൽക്കും. ആ ഒരവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തണമെന്ന് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.